വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ കാരുണ്യ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്തിൽ കാരുണ്യ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിഭാഗം എന്ന് പറയുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ADS അയൽക്കൂട്ടം CDS സംവിധാനം തന്നെയാണ്. അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ കൊണ്ടാഴിയിലെ ബഡ്സ് സ്കൂൾ ഏറ്റവും നന്നായി പോകുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതും എനിക്കറിയാം. കാരണം കുടുംബശ്രീയുടെ വിവിധ പരിപാടികളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 21-ാം തീയതി മുതൽ സംസ്ഥാന തലത്ത് കുടുംബശ്രീയുടെ സംസ്ഥാനതല അവാർഡ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ടോക്ക് ഷോകൾ നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ തൊട്ട്. അതിലൊരു പ്രധാനപ്പെട്ട മത്സര വിഭാഗം എന്ന് പറയുന്നത് ബഡ്സ് സ്കൂളും ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനവുമാണ്. ഇപ്പോൾ ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധിതമായിട്ട് അതിന് മാറ്റിവെക്കേണ്ട കുറേ പണങ്ങൾ മാറ്റിവെക്കും. അതിനെ സഹായിക്കാൻ കുറച്ച് ആളുകൾ തയ്യാറായി വരും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഭാഗം ആളുകളെ ചേർത്ത് നിർത്താൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കാര്യമാണ്, പുണ്യകരമായ കാര്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല റോഡുകളായിട്ടും മറ്റു പല പ്രവർത്തനങ്ങളിലും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഇപ്പോൾ അവരുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒന്നായി മാറി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇത്രയും ഫണ്ട് എടുത്തിട്ട് ഒന്നിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു പരിമിതി നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്തായാലും ആ കാര്യത്തിന് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറണം. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EK മനോജ്, K സുദേവൻ, ശിവൻകുട്ടി വീട്ടിൽക്കുന്ന്, സതി അപ്പത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MS രോഹിണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.